നമസ്കാരം. ആപ്പിളകി മരത്തിനടിയിൽ കുടുങ്ങി വാല് മുറിഞ്ഞു പോയ കുരങ്ങന്റെ കഥ കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ നന്മമരം അബ്ദുൽ മനാഫ്. അബ്ദുൽ മനാഫിനെ SIT ചോദ്യം ചെയ്തത് 3 ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടപ്പെട്ട തന്റെ മകൾ അനന്യ ഭട്ടിന്റെ ആത്മാവിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയ സുജാത ഭട്ട് തന്റെ അണ്ടറിലുണ്ടെന്ന് അബ്ദുൽ മനാഫ് ജനം TVയുടെ ചാനൽ ചർച്ചയ്ക്കിടയിൽ അവകാശപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. മാത്രമല്ല, താൻ മണിക്കൂറുകളോളം സുജാത ഭട്ടുമായി സംസാരിച്ചിരുന്നു എന്നും അബ്ദുൽ മനാഫ് തുറന്നടിച്ചിരുന്നു. അതിനുശേഷമാണ് താൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്നും തനിക്കൊരു മകളില്ലെന്നും മലയാളികളായ 2 പേർ തന്നെ സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പറയിച്ചതാണെന്നും സുജാത ഭട്ട് വെളിപ്പെടുത്തിയത്. പരാതിയുമായി ആദ്യമെത്തിയ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ ആരോപണവും കള്ളമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അയാളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തു. അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. പക്ഷേ നന്മമരം അബ്ദുൽ മനാഫിന് നീതി കിട്ടിയേ മതിയാകൂ. അബ്ദുൽ മനാഫ് വെറും കപടനാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. സുജാത ഭട്ടിനെ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നാണ് തന്നെ ചിലർ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും പറയിച്ചതാണെന്നുള്ള വെളിപ്പെടുത്തൽ അവർ നടത്തുന്നതുവരെ അബ്ദുൽ മനാഫ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം നന്മമരം പ്ലേറ്റ് തിരിച്ചിട്ടു. ചിലരുടെ വാക്കുകൾ താൻ വിശ്വസിച്ചു പോയി എന്നായിരുന്നു പിന്നീടുള്ള ന്യായീകരണം. അതിനുശേഷമാണ് അബ്ദുൽ മനാഫ് SITയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള അബ്ദുൽ മനാഫിന്റെ മുഖഭാവം ശ്രദ്ധിച്ചവർക്കറിയാം. അയാളാകെ വിരണ്ട് വെകിളി പിടിച്ചാണ് നിന്നിരുന്നത് എന്ന്. താൻ കമ്മീഷണറെ കണ്ടെന്നും പോലീസ് കൂടെയുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു തന്നു എന്നുമായിരുന്നു അബ്ദുൽ മനാഫ് പറഞ്ഞത്. നോക്കൂ, അതുതന്നെ പച്ചക്കള്ളമല്ലേ? മറ്റൊരു സംസ്ഥാനത്തെ അന്വേഷണ സംഘം കേരളത്തിലെ ഒരാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു. അയാൾക്ക് അകമ്പടി പോകേണ്ട കാര്യം കേരള പോലീസിന് എന്താണ്? അപ്പോൾ താൻ പറയുന്നത് ഈ പോലീസുകാർ ഉൾപ്പെടെ കേൾക്കുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും മരം പോലെ വളർന്ന അബ്ദുൽ മനാഫിന്റെ തലയ്ക്കകത്തില്ലേ? കമ്മീഷണർ ഉറപ്പു നൽകിയോ എന്ന് ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പരിങ്ങി അബ്ദുൽ മനാഫ് പറയുന്നത് അത് നമ്മുടെ ആളിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അവിടെ തന്നെ ഒരു വ്യക്തത കുറവുണ്ട്. അതിനുശേഷം SITയുടെ ചോദ്യം ചെയ്യലിനായി ധർമ്മസ്ഥലയിൽ ഹാജരാകുന്നു. അപ്പോഴൊക്കെ നന്മമരം ഏത് സമയത്തും കടപുഴകി വീഴുമെന്നുള്ള മുഖഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം തന്നെ പറയും. 3 ദിവസം അബ്ദുൽ മനാഫിനെ ചോദ്യം ചെയ്തു. അതിനുശേഷം പുറത്തിറങ്ങിയ അബ്ദുൽ മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എൻ്റെ ജോലി ഇതോടെ കഴിഞ്ഞു, എൻ്റെ കയ്യിൽ മാത്രമുണ്ടായിരുന്ന തെളിവുകൾ ഞാൻ SITക്ക് കൈമാറി എന്നൊക്കെയാണ്. അബ്ദുൽ മനാഫിന്റെ കയ്യിലുള്ള തെളിവുകളാണല്ലോ ഇതുവരെ മാധ്യമങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ് അയാളുടെ കൈവശമുള്ളത്? ഒരുപാട് മനക്കോട്ടകൾ കെട്ടിക്കൊണ്ടാണ് അബ്ദുൽ മനാഫും സംഘവും ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. എന്നാൽ പരിശോധന കഴിയുമ്പോഴേക്കും പറഞ്ഞതുപോലെയുള്ള തെളിവുകൾ കിട്ടിയതുമില്ല. ചിന്നയ്യ അറസ്റ്റിലാവുകയും സുജാത ഭട്ട് ഉള്ള സത്യം വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷേ അബ്ദുൽ മനാഫിനെ പിടിച്ചു നിന്നേ പറ്റൂ. അല്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള ഉടായ്പകളുമായി വരുമ്പോൾ തലയ്ക്കകത്ത് വെളിവില്ലാത്തവർ പോലും പിന്തുണയ്ക്കില്ല. അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അബ്ദുൽ മനാഫിന്. ഈ കള്ളങ്ങളെല്ലാം ഒരിക്കൽ പൊളിയുമെന്ന് രംഗത്തിറങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അബ്ദുൽ മനാഫിന് മനസ്സിലായി. അതോടെ പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടായി. പിന്നെ ചിന്നയ്യെ ചൂണ്ടിക്കാണിച്ച ഇടത്തു നിന്ന് അസ്ഥികൂടങ്ങൾ കിട്ടാതായതോടെ പണിപാളി. കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ പ്രചാരണമുണ്ടായി. അതായത് തെളിവുകൾ കിട്ടാതായാൽ കേസന്വേഷണം അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചാൽ തനിക്കും കൂടെയുള്ളവർക്കും പിടിച്ചു നിൽക്കാൻ ഒരു കച്ചി തുരുമ്പ് വേണം. അതുകൊണ്ട് അട്ടിമറി നടക്കുന്നു എന്നങ്ങ് തള്ളി. ഇടയ്ക്ക് പറഞ്ഞത് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ്. എന്നാൽ ഉള്ളതും ഇല്ലാത്തതും ഒരു കൺട്രോളും ഇല്ലാതെ വിളിച്ചു പോകുന്ന അബ്ദുൽ മനാഫ് തന്നെ ഭീഷണിപ്പെടുത്തിയത് ആരാണെന്നോ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയതെന്നോ പറഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അബ്ദുൽ മനാഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് താങ്കളുടെ ഫോൺ എവിടെയാണെന്നാണ്. അത് മാധ്യമപ്രവർത്തകന് അറിയാം ആ ഫോണ് എവിടെയാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം എടുത്തു ചോദിച്ചത്. അത് നമ്മുടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിഷയം മാറ്റി അബ്ദുൽ മനാഫ്. അയാളുടെ മുഖഭാവം പറയുന്നുണ്ട് ഫോൺ SIT പിടിച്ചു വെച്ചെന്ന്. അതിനിപ്പോൾ അബ്ദുൽ മനാഫ് എന്നല്ല, ആരായാലും ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചു വയ്ക്കും. കാരണം ഇത്തരമൊരു കേസിൽ നിർണായക തെളിവ് അയാളുടെ ഫോണാണ്. ഇനി മറ്റൊരു കാര്യം, ധർമ്മസ്ഥല വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യ ദിവസങ്ങളിൽ ഒന്നിൽ അബ്ദുൽ മനാഫ് വീഡിയോയിലൂടെ വെല്ലുവിളിച്ചത് SITയിൽ അംഗമായ സർക്കിൾ ഇൻസ്പെക്ടർ മഞ്ജുനാഥയുടെ ട്രൗസർ ഊരിക്കുമെന്നാണ്. തന്റെ ട്രൗസർ അബ്ദുൽ മനാഫ് ഊരിക്കുമെന്ന് പറഞ്ഞ കാര്യം മഞ്ജുനാഥയെ ചിലർ ബോധ്യപ്പെടുത്തിയിരുന്നു. നിരവധി കേസുകൾ തെളിയിച്ച സമർത്ഥനായ ഉദ്യോഗസ്ഥരാണ് മഞ്ജുനാഥ. ആ മഞ്ജുനാഥ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് അബ്ദുൽ മനാഫിനെ ചായയും ഉന്നക്കായും പഴം നിറച്ചതും കൊടുത്ത് പകരം അയാളുടെ കയ്യിലുള്ള വിലപ്പെട്ട തെളിവുകളും വാങ്ങി ടാറ്റ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അബ്ദുൽ മനാഫിന്റെ കൂടെ നടക്കുന്ന വിനോദ് മേക്കോത്ത് പോലും വിശ്വസിച്ചു എന്ന് വരില്ല. നല്ല ചാമ്പ് ഏറ്റുവാങ്ങിയിട്ടാണ് അബ്ദുൽ മനാഫ് SITയോട് യാത്ര പറഞ്ഞതെന്നാണ് പലരും പറയുന്നത്. ഇനി അബ്ദുൽ മനാഫിനെതിരെ ഉടുപ്പി പോലീസ് ഒരു കേസെടുത്തിരുന്നു. ആ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി അബ്ദുൽ മനാഫിന് നോട്ടീസും നൽകി. പക്ഷേ അബ്ദുൽ മനാഫ് ഹാജരായിട്ടില്ല.
അടുത്ത നടപടി ഉടുപ്പി പോലീസിൻ്റെതായിരിക്കും. താൻ അറസ്റ്റിലായേക്കാമെന്നാണ് അബ്ദുൽ മനാഫ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുമ്പായി പറഞ്ഞത്. അതായത് താൻ പറഞ്ഞതിന്റെ ഗൗരവം അബ്ദുൽ മനാഫിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നർത്ഥം. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അബ്ദുൽ മനാഫ് പറഞ്ഞത് തന്നെ അറസ്റ്റ് ചെയ്യാൻ SITക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്നാണ്. അതായത് ചോദ്യം ചെയ്യലിനിടയിൽ കള്ളങ്ങൾ പൊളിഞ്ഞു, അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഒരു തോന്നൽ അബ്ദുൽ മനാഫ് ഉണ്ടായി. അബ്ദുൽ മനാഫ് ഭയന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആരുടെയെങ്കിലും പിടലിക്ക് വെച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ കള്ളം പറഞ്ഞത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തതാണെന്ന് വരികയുമില്ല. എന്തായാലും മൂന്നാം ദിവസത്തെ ചോദ്യം ചെയ്യലും കഴിഞ്ഞ് പുറത്തിറങ്ങിയ അബ്ദുൽ മനാഫ് പഴയ പല്ലവി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചിന്നയെയും സുജാത ഭട്ടും പറഞ്ഞതുമെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിട്ടും അബ്ദുൽ മനാഫ് വിടാൻ ഭാവമില്ല. അബ്ദുൽ മനാഫിന് ധർമ്മസ്ഥല വിഷയത്തിൽ വ്യക്തമായ താല്പര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ കേസിൽ അബ്ദുൽ മനാഫ് പ്രതിയാകുക മാത്രമല്ല അറസ്റ്റിലാകുകയും ചെയ്യും. അന്നും അബ്ദുൽ മനാഫ് പറയും, നമ്മളെ കുടുക്കിയതാണ്, നമ്മൾ അവസാനം വരെ പോരാടും, അപ്പോൾ നമുക്ക് പിന്നെ കാണാം.